ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ സബ്ജക്ട് കോഡ് വരുന്നത് MET 203 ആണ്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഡിസംബർ 2022 വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസംബർ 2022 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ 3 hours ടൈമിൽ നമ്മൾ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, MET 203 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ സബ്ജക്ട് കോഡ് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആദ്യം തന്നെ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ ആദ്യം പാർട്ട് എയും പാർട്ട് ബിയും ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ 30 മാർക്സിനായിരിക്കും പാർട്ട് എ വരാം. റിമൈനിങ് ടോട്ടൽ 100 മാർക്സിനാണ്. റിമൈനിങ് 70 മാർക്സിനാണ് പാർട്ട് ബി ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ പാർട്ട് ബിയില് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും പാർട്ട് ബിയിൽ ഉണ്ടായിരിക്കുക. ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, 14 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും വായിച്ചു നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ 1ന്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1ന്റെ സിലബസിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷനിൽ വരുന്നത് ഫ്ലൂയിഡ്സ് ആൻഡ് കണ്ടിന്യൂം, ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വേപ്പർ പ്രഷർ. ദെൻ നെക്സ്റ്റ് വരുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ദെൻ ഐഡിയൽ ആൻഡ് റിയൽ ഫ്ലൂയിഡ്സ്, ദെൻ ന്യൂട്ടോണിയൻ ആൻഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് പ്രഷർ ഡെൻസിറ്റി ഹൈറ്റ് റിലേഷൻഷിപ്പ്, ദെൻ മാനോമീറ്റേഴ്സ്, പ്രഷർ ഓൺ പ്ലെയിൻ ആൻഡ് കർവ്ഡ് സർഫസസ്, സെന്റർ ഓഫ് പ്രഷർ, ബോയോൺസി, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഇമ്മേഴ്സ്ഡ് ആൻഡ് ഫ്ലോട്ടിംഗ് ബോഡീസ്, ദെൻ ഫ്ലൂയിഡ് മാസസ് സബ്ജക്റ്റഡ് ടു യൂണിഫോം ആക്സിലറേഷൻസ്, മെഷർമെന്റ് ഓഫ് പ്രഷർ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊഡ്യൂൾ 1 ഡിസംബർ 2022 മൊഡ്യൂൾ 1 വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ വന്നേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് 15 centimeter ഓഫ് മെർക്കുറി കോളം. എക്സ്പ്രസ് ഇറ്റ് ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓഫ് അബ്സൊല്യൂട്ട് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മെർക്കുറി കോളത്തിന്റെ ആ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട്. The pressure at a point in a fluid is 15 centimeter of mercury column. 15 centimeter ആണ് H വരുന്നത്. നമുക്ക് അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദി ഫോളോയിങ്. 3 തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി, ഐഡിയൽ ആൻഡ് റിയൽ ഫ്ലൂയിഡ്സ്, ഡൈനാമിക് ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് H 15 centimeter ഓഫ് മെർക്കുറി ആണ്. 15 centimeter ഓഫ് Hg ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷർ ഇന്റൻസിറ്റി P ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ρg H. ഓക്കെ, മെർക്കുറി ആണ്. സോ മെർക്കുറിയുടെ ഡെൻസിറ്റി വരുന്നത് 13.6 into 1000. ഓക്കെ, ഇൻറ്റു G എന്ന് പറയുമ്പോൾ 9.81, H പറയുമ്പോൾ 0.15. ഓക്കെ, ഇത് വാല്യൂസ് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ ഇന്റൻസിറ്റിയുടെ വാല്യൂ കിട്ടും. പ്രഷർ ഇന്റൻസിറ്റി P ഈസ് ഈക്വൽ ടു 0.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. ഈ ഒരു വാല്യൂ P നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗേജ് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ P ഗേജ് എന്നാണ് പറയാം. ഓക്കെ, P ഗേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ അബ്സല്യൂട്ട് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഈ ഒരു ഗേജ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. ഓക്കെ, P absolute is equal to P atmospheric pressure plus അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, ഇതില് ഗേജ് പ്രഷറിന്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്.
ഗേജ് പ്രഷറിന്റെ വാല്യൂ അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ആ വാല്യൂ വരുന്നത് 101.3 kN/m² ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കില്ല, അത് നമുക്ക് ബൈ ഹാർട്ട് അറിയേണ്ട വാല്യൂ ആണ്. 101.3 kN/m². ഓക്കെ, അപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറിയാം, ഗേജ് പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു P absolute is equal to 101.3 kN/m² ആണ്. സോ അതിനെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10�3 ചെയ്യണം. പ്ലസ് ഓക്കെ ചെയ്യുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷറിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷറിന്റെ ആൻസർ വരുന്നുണ്ടാവാം 4 Nm/m² ആണ് അബ്സല്യൂട്ട് പ്രഷറിന്റെ വാല്യൂ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഇസ് 15 cm ഓഫ് മെർക്കുറി കോളം. ഓക്കെ, 15 cm ഓഫ് മെർക്കുറി കോളം എന്നാണ്, അതായത് എച്ച് ആണ് 15 cm ഓഫ് മെർക്കുറി കോളം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ρgh. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. സോ അതിൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മെർക്കുറി കോളം ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഡെൻസിറ്റി 13.6 × 1000 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ആ ഒരു മെർക്കുറിയുടെ ഡെൻസിറ്റി കിട്ടുന്നത്, HGയുടെ ഡെൻസിറ്റി കിട്ടുന്നത്. ഓക്കെ, ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.81 ഇൻറ്റു എച്ച് ഹൈറ്റ് ചെയ്യുമ്പോൾ ഓക്കെ 15 cm ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് 0.15 മീറ്ററിലാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻറ്റു 0.15 ചെയ്യുമ്പോൾ നമുക്ക് ഗേജ് പ്രഷറിന്റെ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, വെറുതെ നമുക്ക് മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് തന്നിട്ട് നമ്മൾ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗേജ് പ്രഷർ ആണ്. ഓക്കെ, ഗേജ് പ്രഷറിന്റെ വാല്യൂ ആണ് 2012.4 Nm/m² എന്ന് പറയുന്നത് ഗേജ് പ്രഷറിന്റെ വാല്യൂ ആണ്. ഓക്കെ, ദെൻ അതിൽ നിന്ന് ഗേജ് പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് കാണിച്ചത്. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ചെയ്താലാണ് നമുക്ക് ഈ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുക. ഓക്കെ, അപ്പൊ P absolute is equal to P atmospheric pressure plus P gauge. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷനിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ വരുന്നത് 101.3 kN/m² ആണ്. ഓക്കെ, 101.3 kN/m² നമ്മൾ Nm/m²ലേക്ക് ആക്കാൻ ഇൻറ്റു 10�3 ചെയ്തു. പ്ലസ് ഗേജ് പ്രഷറും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പ്രഷറിന്റെ വാല്യൂ കിട്ടും. ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത് അബ്സല്യൂട്ട് പ്രഷറിന്റെയും ഗേജ് പ്രഷറിന്റെയും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, ഗേജ് പ്രഷർ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇനിയുള്ളത് അബ്സല്യൂട്ട് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ അതും ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് എഴുതുമ്പോൾ ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ റോ ആണ്. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. യൂണിറ്റ് വരുന്നത് kg/m³ ആണ്. ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ജനറൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Then the density of most gases is proportional to the pressure and inversely proportional to temperature. Okay, density. രണ്ട് ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ടേം ഡെൻസിറ്റി, നെക്സ്റ്റ് ടേം റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയത്തിന്റെ യൂണിറ്റ് kg/m³ ആണ്. ഓക്കെ, ഈ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ടെമ്പറേച്ചറും പ്രഷറും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചറും ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വേറൊരു ടേം ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ വരുന്നത് ഓക്കെ സംടൈംസ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഗിവൺ റിലേറ്റീവ് ടു ദി ഡെൻസിറ്റി ഓഫ് എ വെൽ നോൺ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതിൽ കോമൺ ആയിട്ട് വെൽ നോൺ സബ്സ്റ്റൻസ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് വാട്ടർ ആണ്. നമ്മൾ എന്തെങ്കിലും മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മെയിൻ ആയിട്ട് ലിക്വിഡ്സിനൊക്കെ എടുക്കുമ്പോൾ വാട്ടറിന് വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ratio of the density of a substance to the density of some standard substance at a specified temperature. Okay, definition ആയിട്ട് എഴുതുമ്പോൾ ratio of density of a substance to the density of some standard substance at specified temperature. Okay, അപ്പോൾ specific gravity is equal to density of material. അതായത് ഇപ്പൊ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ
ഓക്കെ, മെർക്കുറി ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇപ്പൊ ഡെൻസിറ്റി മെർക്കുറിക്ക് പകരം വേറെ ഏത് ഫ്ലൂയിഡ് ആണെങ്കിൽ അതായത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ ഒരു റിലേറ്റീവ് ഡെൻസിറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ആ ഒരു ടേം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ടേംസ് ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ തന്നെ വേറൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ density of the fluid, density of the substance to the ratio of density of the substance to the density of density of some standard substance at a specified temperature. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും, അതായത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ യൂഷ്വലി വാട്ടർ അറ്റ് 4 degrees Celsius for which density of water is equal to 1000 kg/m³. ഓക്കെ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലാണെങ്കിലും ഇവിടെ നമ്മൾ മെർക്കുറിയുടെ ഡെൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് 13.6 × 1000 എന്നാണ്. ഓക്കെ, അത് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ജി ആണ് 13.6 എന്ന് പറയുന്നത്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് 13.6. ഓക്കെ, ജി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അറ്റ് 4 degrees Celsius വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. സോ റോ എച്ച് ജി എന്ന് പറയുന്നത് ജി ഇൻറ്റു റോ H2O ആണ്. ഓക്കെ, ജി എന്ന് പറയുന്നത് 13.6 ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് നോൺ സബ്സ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ വെലോസിറ്റി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കും ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ. ഓക്കെ, റിയൽ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം രണ്ട് എൻഡിലും ഫ്രിക്ഷൻ ലോസസ് ഒക്കെ കാരണം വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അവിടെ മിനിമം സെന്ററിൽ മാക്സിമം വെലോസിറ്റി ആണ് വരിക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഐഡിയൽ ഫ്ലൂയിഡ്. എ ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ബോത്ത് ഇൻകംപ്രസിബിൾ ആൻഡ് നോൺ വിസ്കസ്. ഓക്കെ, നമ്മൾ റിയൽ ഫ്ലൂയിഡ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഒക്കെ റിയൽ ഫ്ലൂയിഡ്സ് ആണ്. അത് നമുക്കറിയാം കംപ്രസിബിൾ ആണ്, നമുക്കത് കംപ്രസ് ചെയ്യാൻ പറ്റും ആ ഫ്ലൂയിഡിനെ. പിന്നെ അതിനൊരു വിസ്കോസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സാധാരണ ഒരു ഫ്ലൂയിഡിനെ നമുക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതിന് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്നത് അതാണ് റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിൽ അത് ഇൻകംപ്രസിബിളും നോൺ വിസ്കസും ആയിരിക്കും. ഓക്കെ, റിയൽ ഫ്ലൂയിഡിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും, അതിനൊരു വിസ്കോസിറ്റി ഉണ്ടായിരിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ബൾക്ക് മോഡുലസ് ഇസ് ഇൻഫൈനൈറ്റ്. ഐഡിയൽ ഫ്ലൂയിഡ്സിന്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നതാണ്. ബൾക്ക് മോഡുലസ് ഇസ് ഇൻഫൈനൈറ്റ് ആൻഡ് ഐഡിയൽ ഫ്ലൂയിഡ് ഹാസ് നോ സർഫസ് ടെൻഷൻ. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന് സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കില്ല എന്ന്. Then ideal fluid is a substance which is unable to resist internal shear and tensile forces. Okay, അതിന് അതൊന്നും ഇന്റേണൽ ഷിയർ ആൻഡ് ടെൻസൈൽ ഫോഴ്സസ് ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമാജിനറി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതിനാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനറി ഫ്ലൂയിഡ് ആണ് which do not exist in nature. They have laminar flow, smooth flow. അതായത് നമ്മൾ റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ എടുക്കുമ്പോൾ അത് എപ്പോഴും ടർബുലന്റ് ആയിരിക്കും. അത് എങ്ങനെയെങ്കിലും ഒരു ചെറിയ ടർബുലൻസ് എങ്കിലും ആ ഒരു ഫ്ലൂയിഡിൽ വരും. ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല, സോ അത് ലാമിനാർ ആയിരിക്കും, അതായത് സ്മൂത്ത് ഫ്ലോ ആയിരിക്കും ഐഡിയൽ ഫ്ലൂയിഡിന്റെ കേസ് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി റിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ നമുക്കറിയാം അത് കംപ്രസിബിൾ ആയിരിക്കും, അതിനൊരു വിസ്കോസിറ്റി ഉണ്ടായിരിക്കും, സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് റിയൽ ഫ്ലൂയിഡ്സ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇമാജിനറി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അത് ഇൻകംപ്രസിബിൾ ആണ്, അതേപോലെ തന്നെ അത് നോൺ വിസ്കസ് ആണ്, പിന്നെ അതിന് സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അതിന് സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും, കംപ്രസിബിൾ ആയിരിക്കും, ദെൻ അത് വിസ്കസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ടർബുലന്റ് നേച്ചർ ആയിരിക്കും. എക്സാമ്പിൾ കെറോസിൻ, പെട്രോൾ, കാസ്റ്റർ ഓയിൽ, അതായത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ്സ് ഒക്കെ റിയൽ ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈനാമിക് ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ വിസ്കോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി നമ്മൾ ഇപ്പൊ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞു. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, വിർച്യൂ ഓഫ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദി മൂവ്മെന്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ ദി അഡ്ജസന്റ് ലെയർ.
ഓക്കെ, ആ ഒരു 2 ലെയർ ഓഫ് ഫ്ലൂയിഡിനെ മൂവ് ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യം ഡൈനാമിക് വിസ്കോസിറ്റി, അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് മ്യൂ ആണ്, മ്യൂ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി ആണ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു dv/dy. ഓക്കെ, അതിൽ നിന്നാണ് വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേം വരുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു അപ്പോൾ ടോ ഡിവൈഡഡ് ബൈ dv/dy ആണ് വരാം. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി. ഇതാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് വിസ്കോസിറ്റി. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു dv/dy. And in the transposed form, it serves to define proportionality constant, which is called coefficient of viscosity or dynamic viscosity. Coefficient of viscosity എന്ന് ഇതിനെ പറയും, dynamic viscosity നെ. Since it involves force or simply viscosity of fluid. Coefficient of viscosity, dynamic viscosity, simply viscosity of fluid. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം മ്യൂവിനെയാണ് പറയുന്നത്. Dynamic viscosity mu may be defined as the shear stress tau divided by mu is equal to tau divided by dv/dy. ടോ എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെസ്, dv/dy എന്ന് പറയുന്നത് യൂണിറ്റ് റേറ്റ് ഓഫ് ആംഗുലർ ഡീഫോർമേഷൻ. ആംഗുലർ ഡീഫോർമേഷൻ ആണ് നമ്മൾ dv/dy എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് വരുന്നത്. ഇതിനെ നമ്മൾ പോയ്സ് എന്നാണ് പറയാം. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പോയ്സ് ആണ്. ഓക്കെ, പോയ്സ്, അതായത് പോയ്സിലി എന്നുള്ളതിന്റെ പേരിൽ നിന്നാണ് പോയ്സ് എന്നുള്ളത് വന്നത്. അതേപോലെ ഈ 100 ഓഫ് ദി പോയ്സ് ഇസ് നോൺ ആസ് സെന്റി പോയ്സ്. ഓക്കെ, ജസ്റ്റ് പോയ്സ് എന്ന് എഴുതിയാൽ മതി. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇതിന്റെ യൂണിറ്റ്സ്, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ പോയ്സ് എന്നും അതിനെ പറയും. ദെൻ നമുക്ക് ഡൈനാമിക് കഴിഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് nu is equal to mu divided by rho. Nu is equal to mu divided by rho. It is the ratio of the dynamic viscosity to the mass density. Okay, അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അത് ന്യൂ എന്നാണ്, ന്യൂ എന്ന് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ന്യൂ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. So that on analyzing the dimensions of kinetic viscosity, it will be observed that it involved only magnitude of length and time. Okay, ലെങ്ത്തും ടൈമും മാത്രമാണ് അതിന്റെ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്സ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. അതിനെ സ്റ്റോക്ക് എന്നും പറയും. ജി സ്റ്റോക്സ് എന്നാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വന്നത്. ഓക്കെ, സ്റ്റോക്കിനെ നമ്മൾ സെന്റി സ്റ്റോക്ക് എന്നും പറയും. 100 പാർട്ട് ഓഫ് സ്റ്റോക്ക് ഇസ് നോൺ ആസ് സെന്റി സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ വിസ്കോസിറ്റി. ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു dv/dy. അതിൽ നിന്ന് മ്യൂ എന്ന് പറയുന്ന ഒരു ടേമിന്റെ ഇക്വേഷൻ വരാം ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ആംഗുലർ ഡീഫോർമേഷൻ, യൂണിറ്റ് റേറ്റ് ഓഫ് ആംഗുലർ ഡീഫോർമേഷൻ. ഓക്കെ, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ റോ. Kinematic viscosity is equal to dynamic viscosity divided by mass density of fluid. Okay, അപ്പോൾ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ. ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷറിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ് ഓഫ് എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് സബ്മേർജ്ഡ് ഇൻ എ ലിക്വിഡ്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഒരു ലിക്വിഡിൽ സബ്മേർജ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് പ്രഷറിന്റെ ഡെപ്ത് ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ്, എ സ്റ്റോൺ വെയ്സ് 392.4 ന്യൂട്ടൺ ഇൻ എയർ and 196.2 Newton in water. Compute the volume of stone and its specific gravity. രണ്ടും 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യന്റെ എ ക്വസ്റ്റ്യൻ വരുന്നത് വിത്ത് എ നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫോർ ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്. ഓക്കെ, 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് എ നീഡ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. Then B question വരുന്നത് യൂട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി
pressure of water in a pipeline which is in excess of atmospheric pressure. The right limb of the manometer contains mercury and it is open to atmosphere. The contact between water and mercury is in the left limb. Determine the pressure of water in the main line. If the difference in level of mercury in the limbs of U-tube is 10 centimeter and the free surface of mercury is in level with the center of pipe, if the pressure of water in pipeline is reduced to 9810 Newton per meter square, calculate the new difference in level of mercury. Sketch the arrangements in both cases. ഓക്കെ, രണ്ടും 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം 11th ക്വസ്റ്റ്യന്റെ എ നോക്കാം. ഓക്കെ, 11th ക്വസ്റ്റ്യന്റെ എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിൻ സർഫസ്, ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ വെർട്ടിക്കൽ പ്ലെയിന് സബ്മേജ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് പ്രഷറിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന, അതായത് ഇപ്പം ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു മൊത്തം ബോഡിയുടെ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്കുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീ സർഫസിൽ നിന്ന് ഈ ഒരു ടോട്ടൽ പ്രഷറിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് സ്റ്റാർ. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എച്ച് സ്റ്റാർ ആണ്. ഓക്കെ, അപ്പൊ എച്ച് സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ദെൻ ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എച്ച് സ്റ്റാറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് സബ്മേർജ് ചെയ്തിരിക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ ഒരു ചെറിയ എലമെന്ററി ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഡി എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഡി എ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെപ്ത് വരുന്നത് ഡി എച്ചും അതിന്റെ വിഡ്ത്ത് വരുന്നത് ബിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബി അതിന്റെ വിഡ്ത്തും ഡി എച്ച് എന്ന് പറയുന്നതാണ് അതിന്റെ ഡെപ്ത് വരുന്നതെന്ന് വിചാരിക്കാം. ദെൻ ആ ഒരു സ്ട്രിപ്പ് ടോട്ടൽ, അതായത് ടോട്ടൽ അല്ല, ഈ ഒരു ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് ബിലോ ആണ്. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്ത് ബിലോ ആണ്. ഓക്കെ, ഇതില് ഈ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ജിയിലാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് ആണ് എച്ച് ബാർ. ദെൻ സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണെങ്കിൽ ആ ഒരു ഡെപ്ത്, ഫ്രീ സർഫസിൽ നിന്നുള്ള ആ ഒരു ഡെപ്ത് ആണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഫിഗർ ഷോസ് എ പ്ലെയിൻ സർഫസ് ഓഫ് ആർബിട്രറി ഷേപ്പ് ഓഫ് ടോട്ടൽ ഏരിയ എ, ബോഡി സബ്മേർജ്ഡ് ഇൻ എ സ്റ്റാറ്റിക് മാസ് ഓഫ് ലിക്വിഡ്, സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് റോ ജി എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു ഉള്ള ഒരു സ്റ്റാറ്റിക് മാസ് ഓഫ് ലിക്വിഡിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് സബ്മേർജ് ചെയ്തിരിക്കുന്നത് അസ്യൂം ചെയ്യാണ്. The surface is held in a vertical position such that the centroid of the surface is at a vertical depth of h bar. Okay, അപ്പൊ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എച്ച് സ്റ്റാർ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഒരു ഫ്രീ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എച്ച് സ്റ്റാർ ആണ്. ദെൻ സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ആണ്. ഓക്കെ, ടോട്ടൽ പ്രഷറിലേക്കുള്ള ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് പ്രഷർ, അതാണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ മൊത്തം എൻറ്റയർ സർഫസിനെ സ്മോൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ആ ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. ആ സ്ട്രിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി എച്ചും അതിന്റെ വിഡ്ത്ത് വരുന്നത് ബിയും ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ തിക്നെസ് ഡി എച്ചും വിഡ്ത്ത് ബിയും, ദെൻ ടോപ്പിൽ നിന്ന് വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് എച്ച് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ്. ഫ്രീ സർഫസിൽ നിന്ന് എച്ച് മീറ്റർ ബിലോ ആണ് ആ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രഷർ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? പ്രഷർ ഇന്റൻസിറ്റി പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. റോ ജി എന്ന് പറയുന്നതാണ് സ്മോൾ ഡബ്ല്യു. ഓക്കെ, അപ്പൊ പ്രഷർ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു സ്മോൾ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. The thickness of the strip is very small. For this strip, the pressure intensity may be assumed to be constant, which is equal to P is equal to WH. Throughout ആ സ്ട്രിപ്പില് P is equal to WH ആണ് നമ്മൾ assume ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് വരെ ഡി എ. മൊത്തം ആ ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എലമെന്റൽ ഏരിയ ആണ്. സോ ഡി എ എന്നാണ്. ഡി എ എന്ന് പറയുമ്പോൾ പ്രഷർ, ആ ഒരു ഡി എ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ വരിക ഡി എ എന്ന് പറയുമ്പോൾ ഡി എച്ച് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ബി ആണ് തന്നിട്ടുണ്ട്. സോ
ഡി എച്ച് ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എലമെന്റൽ ഏരിയ കിട്ടും. ബി ഇൻറ്റു ഡി എച്ച് ആണ് എലമെന്റൽ ഏരിയ. ഇനി ടോട്ടൽ പ്രഷർ ഓൺ ദി സ്ട്രിപ്പ്, ആ ഒരു സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഇൻറ്റു പി ഇൻറ്റു ഡി എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കിട്ടും. അതായത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഏരിയ. അപ്പൊ ഇവിടെ സ്മോൾ എലമെന്റൽ ഏരിയ ആണ്. സോ ഡി എഫ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി എ. ഓക്കെ, അപ്പൊ ഇതിൽ പി ഇൻറ്റു ഡി എന്ന് വന്നു. പി എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ആണ്, പ്രഷർ ഇന്റൻസിറ്റി ഡബ്ല്യു എച്ച് ആണ്. ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ബി ഇൻറ്റു ഡി എച്ച്. ഓക്കെ, ബി ഇൻറ്റു ഡി എച്ച് എന്ന് വന്നു. ഓക്കെ, അത് എലമെന്റൽ ഏരിയയുടെ ടോട്ടൽ പ്രഷർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇനി മൊത്തം ആ ഒരു ഫുൾ ആ ഒരു വെർട്ടിക്കലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത ആ ഒരു പ്ലെയിൻ സർഫസിന്റെ മൊത്തമായിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഈ എലമെന്റലിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ പ്രഷറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ബി ഡി എച്ച് എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ബി ഡി എച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെന്റ്സ് ഓഫ് ഏരിയാസ് ഓഫ് ദി സ്ട്രിപ്സ് അബൌട്ട് ഫ്രീ സർഫസ് എന്നാണ് പറയുക അതിന്. ഓക്കെ, വിച്ച് from the basic principle of mechanics, it will be equal to the integral h into b dh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏരിയ ഇൻറ്റു മൊത്തം ആ ഒരു എച്ച് ബാർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഏരിയ ഇൻറ്റു ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കുന്നു. ഓക്കെ, അത് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്സ് വെച്ചിട്ടാണ് അവരത് പറയുന്നത്. ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ബി ഡി എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഇൻറ്റു, അതായത് എച്ച് ഇൻറ്റു ബി ഡി എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ്, എലമെന്റൽ ഏരിയ ആണ്. ഡി എ എന്ന് പറയുന്നതാണ് ബി ഡി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബി ഡി എച്ച് എന്ന് പറയുന്നതാണ് എലമെന്റൽ ഏരിയ. സോ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഏരിയ ഇൻറ്റു എച്ച് ബാർ, അതിന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ഏരിയ ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന ആ ഒരു ഡെപ്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇന്റഗ്രൽ എച്ച് ബി ഡി എച്ച് എന്ന് മാറ്റിയിട്ട് എ എച്ച് ബാർ എന്നാക്കാം. ഓക്കെ, ഇന്റഗ്രൽ എച്ച് ബി ഡി എച്ച് എന്ന് മാറ്റിയിട്ട് എ എച്ച് ബാർ എന്നാക്കുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു റോയുടെ ടേംസിൽ എഴുതുമ്പോൾ റോ ജി എ എച്ച് ബാർ എന്നാവും. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സെന്റർ ഓഫ് പ്രഷർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറിലേക്കുള്ള ആ ഒരു ഡെപ്തിനെയാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിനി സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി അഗൈൻ ഇത് സെന്റർ ഓഫ് ഈ ഒരു ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, പി എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. പി എന്ന് പറയുന്ന ഈ ഒരു പ്രഷറിന്റെ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ എച്ച് സ്റ്റാർ ആണ്. ഓക്കെ, ഈ എച്ച് സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് തന്നെയാണ് എടുക്കുന്നത്. എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിലെ സ്മോൾ എലമെന്റ്സ് കൺസിഡർ ചെയ്ത് അതിന്റെ ആ ഒരു മൊമെന്റ് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ഈ ഒരു ബോഡിയിലെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൊത്തം ഈ ഒരു എലമെന്റ് സ്മോൾ എലമെന്റൽ ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ആക്ട് ചെയ്യുന്ന ആ ഒരു സ്മോൾ എലമെന്റൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറിന്റെ ആ ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് മൊത്തം ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഇതിന് ഈക്വൽ ആയിരിക്കും. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് df is equal to WH into BDH ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് DF into H ചെയ്യണം. DF into ഈ ഒരു F ആക്ട് ചെയ്യുന്ന ഈ ഒരു H ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പൊ DF into H ചെയ്യണം. സ്മോൾ എലമെന്ററി ഏരിയയുടെ കേസാണ് പറയുന്നത്. സോ DF into H ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക WH into BDH into H ആണ്. സോ WH സ്ക്വയർ into BDH എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ DF into H ചെയ്യുമ്പോൾ W into ഇന്റഗ്രൽ H സ്ക്വയർ BDH. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇന്റഗ്രൽ DF into H is equal to ഈ ഇന്റഗ്രൽ H സ്ക്വയർ BDH എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. ഇന്റഗ്രൽ H into BDH എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രൽ H സ്ക്വയർ into BDH എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ്സ് ഓഫ് ഏരിയ ആണ്.
Okay, by using the principle of moments, which state that the moment of resultant of system of forces about an axis is equal to the sum of moments of the components about the same axis. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയായിരിക്കും ഈ ഒരു മൊത്തം ഈ ഒരു നമ്മുടെ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്ത ആ ഒരു സർഫസിനെ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലും ടോട്ടൽ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൊത്തം ഈ ഒരു ചെറിയ ഈ ഒരു സ്ട്രിപ്പിലെ ടോട്ടൽ പ്രഷർ നമ്മൾ മൊമെന്റ് ടോട്ടൽ പ്രഷറും അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ മൊമെന്റ് എടുക്കുമ്പോൾ അതായത് ആ ഒരു ഡി എഫ് ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഡി എഫ് ആണ്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ ഡി എഫ് ഇൻറ്റു എച്ചിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു ഫുൾ ബോഡിയുടെ കിട്ടുക. ആ ചെയ്യുന്ന എലമെന്ററി ഏരിയനെ ഫുൾ ബോഡിയിലേക്ക് നമ്മൾ ആക്കുന്നത് തന്നെയായിരിക്കും മൊത്തം ആ ഒരു ബോഡിയിലെ അതായത് പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഇൻറ്റു ഈ ഒരു എച്ച് സ്റ്റാർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. മൊമെന്റ് ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്, മൊത്തം ആ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് എബൌട്ട് ആൻ സെയിം ആക്സിസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കുന്നു. ഇസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെന്റ്സ് ഓഫ് ദി കമ്പോണൻസ് എബൌട്ട് ദി സെയിം ആക്സിസ്. അതായത് ആ ഒരു ആക്സിസിൽ ഒരൊറ്റ സിമ്പിൾ ആയിട്ട് ഈ എഫ് ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എച്ച്. ഓക്കെ, അപ്പൊ എഫ് ഇൻറ്റു എച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു എലമെന്ററി ഏരിയയിൽ ഡി എഫ് ഈ ഒരു എലമെന്ററി ഏരിയ എടുത്ത് ഓക്കെ അവിടെ ആക്ട് ചെയ്യുന്ന ഡി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓക്കെ ഡി എഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ് ഈ ഒരു മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം വാല്യൂ തന്നെയായിരിക്കും മൊത്തം ഈ ഒരു ബോഡീനെ എടുത്ത് അതിന്റെ എഫും അതായത് അതിന്റെ മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു എലമെന്ററി ഏരിയയിലെ മൊമെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ എച്ച് സ്റ്റാർ ഇൻറ്റു ബി ഡി എച്ച്. ഓക്കെ, ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഇൻറ്റു ബി ഡി എച്ച്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എഫ് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ബി ഡി എച്ചിൽ നിന്ന് നമ്മൾ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് മാറ്റി വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതെന്ന് പറയുന്നത് I0 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ബി ഡി എച്ച് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് ഈ ഒരു ഇന്റഗ്രൽ ടേം മാറ്റിയിട്ട് I0 നോക്കാം. ഓക്കെ, അപ്പൊ എഫ് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു I0 എന്നാണ്. ഓക്കെ, അപ്പൊ എഫിന്റെ വാല്യൂ നമ്മൾ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു WA ഇൻറ്റു എച്ച് ബാർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ WA ഇൻറ്റു ഡബ്ല്യൂക്ക് പകരമാണ് നമ്മളിവിടെ റോ ജി എഴുതിയത്. ഓക്കെ, അപ്പൊ W ഇൻറ്റു എ എച്ച് ബാർ ഇൻറ്റു എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഈ എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ W ഇൻറ്റു എ എച്ച് ബാർ ഇൻറ്റു എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഡബ്ല്യുവിന്റെ വാല്യൂ നമ്മൾ റോ ജിന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ ജി ഇൻറ്റു I0. സോ റോജിയും ക്യാൻസൽ ആയി പോയി. റിമൈനിങ് വരുന്നത് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. ഓക്കെ, അപ്പൊ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ എന്നാ വരാം. അതിൽ I0 പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് I0 ഇസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ എന്നാണ് വരാം. ഓക്കെ, അപ്പൊ നമ്മളത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു I0ന്റെ അവിടെ IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ എന്ന് വരും. ഓക്കെ, അപ്പൊ IG ബൈ എ എച്ച് ബാർ പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ബൈ എ എച്ച് ബാർ എന്ന് വരുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മള് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ എന്ന് വരാം. ഓക്കെ, അതിൽ I0 പാരലൽ ആക്സിസ് തിയറത്തില് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അത് എച്ച് സ്റ്റാറിലേക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ IG ബൈ എ എച്ച് ബാർ പ്ലസ് ഇതിലെ എയും ക്യാൻസൽ ആയി പോയി. ദെൻ എച്ച് ബാറും ഒരു എച്ച് ബാറും ക്യാൻസൽ ആയി പോയി. ദെൻ റിമൈനിങ് വരുന്നത് എച്ച് ബാർ ആണ്. ഓക്കെ, അപ്പൊ ഫൈനലി എച്ച് സ്റ്റാറിന്റെ ഇക്വേഷൻ വരുമ്പോൾ എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് IG ബൈ എ എച്ച് ബാർ എന്നാണ് എച്ച് സ്റ്റാറിന്റെ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇക്വേഷൻ ഗിവ്സ് ദി പൊസിഷൻ ഓഫ് ദി സെന്റർ ഓഫ് പ്രഷർ ഓൺ എ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് വെർട്ടിക്കലി ഇൻ എ സ്റ്റാറ്റിക് മാസ് ഓഫ് ലിക്വിഡ്. ഓക്കെ, അപ്പൊ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്
പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. സിൻസ് ഫോർ എനി പ്ലെയിൻ സർഫസസ് ദ factor Ig by AH bar is always positive. Equation H star indicates that H star is always greater than H bar. Okay, Ig by AH bar എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ H star ഓക്കെ ഇതൊരു ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. ഇതൊരു H star പ്ലസ് Ig by AH bar എന്നാണ് നമ്മൾ ചെയ്യുന്നത്. സോ H star ഓൾവേസ് ഗ്രേറ്റർ ദാൻ H bar ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സെന്റർ ഓഫ് പ്രഷർ ഈസ് ഓൾവേസ് ബിലോ ദ സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ. സെൻട്രോ H സ്റ്റാർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ H ബാർ എന്ന് പറയുന്നത്. H സ്റ്റാർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ H സ്റ്റാർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ H ബാർ എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് പ്രഷർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓൾവേസ് ബിലോ ദി സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ സ്റ്റോൺ വെയ്റ്റ്സ് 392.4 ന്യൂട്ടൺ ഇൻ എയർ ആൻഡ് 196.2 ന്യൂട്ടൺ ഇൻ വാട്ടർ. കമ്പ്യൂട്ട് ദി വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോണിന്റെ എയറിലുള്ള വെയിറ്റ് വരുന്നത് 392.4 ന്യൂട്ടൺ, വാട്ടറിലുള്ള വെയിറ്റ് വരുന്നത് 196.2 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഒരു ബോഡി എടുത്തു, ഒരു സ്റ്റോൺ എടുത്തു. ആ സ്റ്റോണിന്റെ എയറിൽ വരുന്ന അതിന്റെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് അതിന്റെ വെയിറ്റ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് അതിന്റെ വെയിറ്റ്. ഓക്കെ, അപ്പൊ അത് W is equal to 392.4 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി വാട്ടറിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെയിറ്റ് ആക്ട് ചെയ്യും. സിമിലർലി ഫോഴ്സ് ഓഫ് ബോയൻസി, വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ഓഫ് ബോയൻസി FB കൂടെ ആക്ട് ചെയ്യും. സോ ടോട്ടൽ ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും അവിടെ ഒരു വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ടോട്ടൽ ആ ഒരു ഡബ്ല്യുവിന്റെയും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആ വെയിറ്റിന്റെയും ബോയോൺ ഫോഴ്സിന്റെയും രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആയിരിക്കും അവിടെ കാണിക്കുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. സോ W minus FB is equal to 196.2 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് W 392.4 ന്യൂട്ടൺ ആണ്, മൈനസ് FB is equal to 196.2 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു 392.4 മൈനസ് 196.2. ഓക്കെ, അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടാം 196.2 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഓഫ് ബോയൻസിയുടെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വോളിയം ഓഫ് ദി സ്റ്റോണും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു ബോയോൺ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബോഡീനെ എന്തെങ്കിലും ഒരു ബോഡി നമ്മളൊരു വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത് അത്രത്തോളം അതിലെ വാട്ടർ ഡിസ്പ്ലേസ് ആവും. ഒരു ബോഡി നമ്മൾ ഒരു വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെയിറ്റ് എത്രത്തോളം അതിന് വെയിറ്റ് ഉണ്ടോ അത്രത്തോളം വാട്ടർ ആണ് അതിൽ നിന്ന് ഡിസ്പ്ലേസ് ആവുക. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സ് ഓഫ് ബോയൻസിക്ക് അത് ഈക്വൽ ആയിരിക്കും. ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ആ ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിന്റെ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. സോ വെയിറ്റിന്റെ ഇക്വേഷൻ W is equal to mg ആണ്. ഓക്കെ, M is equal to ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി 1000 ആണ്, വാട്ടർ ആയതുകൊണ്ട് 1000 ആണ്, ഇൻറ്റു വോളിയം ഓഫ് ദി സ്റ്റോൺ നമുക്ക് അറിയില്ല, നമുക്ക് അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. G എന്ന് പറയുന്നത് 9.81. ഓക്കെ, FB നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 196.2 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വോളിയം ഓഫ് സ്റ്റോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 196.2 ഡിവൈഡഡ് ബൈ 9810. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.02 മീറ്റർ ക്യൂബ്. ഓക്കെ, 0.02 മീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് ദി സ്റ്റോൺ വരിക. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, സ്റ്റോണിന്റെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുമ്പോൾ മാസ് ഇൻറ്റു
ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ബൈ വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ, നമുക്കിവിടെ അറിയാവുന്നത് സ്റ്റോണിന്റെ വോളിയം നമുക്കറിയാം, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അതിന്റെ വെയിറ്റ് വരുന്നത് 392.4 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വെയിറ്റ് ഇസ് ഈക്വൽ ടു 392.4 ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി ചെയ്യണം. ഓക്കെ, അപ്പൊ 392.4 ഡിവൈഡഡ് ബൈ 9.81. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് കിട്ടും. സ്റ്റോണിന്റെ മാസ് എത്ര വരുന്നതെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റോണിന്റെ മാസ് വരുന്നത് 40 കിലോഗ്രാം ആണ്. ഓക്കെ, 40 കിലോഗ്രാം ആണ് മാസ് വരുന്നത്. 40 ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്ത വോളിയം, 0.02 ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റോണിന്റെ വാല്യൂ വരാം 2000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരാം. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ H2O ഇസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ 1000 which is equal to 2. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ദി സ്റ്റോൺ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിന് വോളിയം ഓഫ് സ്റ്റോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് അസംഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ വെയ്സ് 392.4 ന്യൂട്ടൺ ഇൻ എയറിലെ വെയിറ്റും വാട്ടറിലെ വെയിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എയറിൽ തന്നിരിക്കുന്നതാണ് അതിന്റെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത്. വാട്ടറിൽ തന്നിരിക്കുന്നത് വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ മൈനസ് ഫോഴ്സ് ഓഫ് ബോയൻസി, അത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് വരുന്ന ആ ഒരു വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ആ 196.2 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഫോഴ്സ് ഓഫ് ബോയൻസി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഫോഴ്സ് ഓഫ് ബോയൻസി ഫൈൻഡ് ഔട്ട് ചെയ്ത വിച്ച് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നിന്ന് നമ്മൾ ആ ഒരു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് വി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ആ വെയിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വെയിറ്റ് തന്നെയാണ് വാട്ടർ ഡിസ്പ്ലേസ് ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു വോളിയം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വോളിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ വോളിയം ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ആയിരിക്കും. ആ വോളിയം എന്ന് പറയുന്നത് സ്റ്റോണിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് പറയാം. ഇപ്പൊ വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയാം. ഓക്കെ, വോളിയം ഓഫ് സ്റ്റോൺ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത വി എന്ന് പറയുന്നതാണ് വോളിയം ഓഫ് സ്റ്റോൺ 0.02 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൻസിറ്റിയിൽ മാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് തന്നിരുന്ന് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും. ഓക്കെ, അപ്പൊ മാസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഈ ഒരു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ കിട്ടും. ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സ്റ്റോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 12th ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ വരുന്നത് വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫോർ ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്. ഓക്കെ, ഇക്വിലിബ്രിയത്തിന്റെ 3 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് ബോഡീസിൽ വരുന്ന ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഓക്കെ, 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് ബോഡീസിൽ വരുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. Okay, a stability of a submerged or a floating body is meant by a tendency for the body to return to the original upright position after it has been displaced slightly. നമ്മളൊരു ബോഡീനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള അതിന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ നമ്മളൊരു അപ്വേർഡ് കർവ് ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മളൊരു ബോൾ വെക്കുകയാണ്. ദെൻ ഡൗൺവേർഡ് കർവ് ആയിട്ടുള്ളതിൽ ബോൾ വെക്കുകയാണ്. ദെൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മളൊരു ബോൾ വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോൾ പുതിയൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും.
ദെൻ അഗൈൻ അത് തിരിച്ച് ആ ഒരു പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല. ഓക്കെ, പുതിയൊരു പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് അതിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡൗൺവേർഡ് കർവായിട്ടുള്ള ഈ ഒരു സർഫസിൽ വെക്കുന്ന ബോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ദൂരം മുമ്പോട്ട് പോയാലും തിരിച്ച് ആ ഒരു പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഇങ്ങനെ ഇത് ഇവിടെ വരെ മൂവ് ചെയ്താൽ പോലും അത് തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്ന ഈ ഒരു ബോളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോള് പുതിയൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. തിരിച്ച് ആ ഒരു പഴയ പൊസിഷനിലേക്ക് വരില്ല. ദെൻ അതിന് വേറെ മൊമെന്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ഈ കണ്ടീഷൻ അൺസ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൊമെന്റ്, ഇന്റേണൽ മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മൊമെന്റും ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റും സെയിം ഡയറക്ഷനിലായതുകൊണ്ടാണ് അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയത്. അതായത് ആ ബോള് പുതിയൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് അത് വരാത്തത് അതുകൊണ്ടാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മൊമെന്റും ഇതിൽ ഫോം ചെയ്യുന്ന ഇന്റേണൽ മൊമെന്റും സെയിം ഡയറക്ഷനിലായതുകൊണ്ടാണ്. ഓക്കെ, ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൊമെന്റും ഓക്കെ ഇതിൽ ഇന്റേണലി ആക്ട് ചെയ്യുന്ന ആ ഒരു മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് ആ ഒരു ബോഡി എത്ര മുമ്പോട്ട് പോയാലും അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. അതിനാണ് നമ്മൾ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോഡിയിൽ എക്സ്ട്രാ മൊമെന്റ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് അത് പുതിയ പൊസിഷനിലേക്ക് മാറും. ദെൻ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ല. അതിനാണ് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇൻ സബ്മേർജ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ബോഡി ഇറ്റ് ഈസ് മീൻ ടു ബി ടെൻഡൻസി ഓഫ് ദി ബോഡി ടു റിട്ടേൺ ടു ദി ഒറിജിനൽ അപ്രൈറ്റ് പൊസിഷൻ. നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ ആ ബോഡി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താലും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എ submerged or a floating body may given as a small linear displacement in horizontal or vertical direction. Okay, under the action of external forces. If a submerged body or floating body which is in equilibrium is slightly displaced in the vertical or horizontal direction, then after the removal of the outside forces, it will unbalanced force is developed on the body and which tends to return the body to original upright position. അതാണ് നമ്മൾ സ്റ്റേബിൾ കണ്ടീഷനിൽ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ബോഡിയുടെ ഉള്ളിൽ ഒരു മൊമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മൂവ് ചെയ്ത ബോഡിനെ തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അവിടെ ബാലൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ഇന്റേണലി അവിടെ രൂപപ്പെടുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ അതിനെ പഴയ പൊസിഷനിലേക്ക് തന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിഗർ വെച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലോട്ടിംഗ് ബോഡി എടുത്തു. ഫ്ലോട്ടിംഗ് ബോഡിയുടെ മൊത്തം അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി സബ്മേർജ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷന്റെ സെന്ററിലാണ് സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, അഗൈൻ പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഡിറ്റർമിൻ ഫ്രം ദി പൊസിഷൻ ഓഫ് മെറ്റാ സെന്റർ. ഓക്കെ, മെറ്റാ സെന്ററിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആ ബോഡിയുടെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. മെറ്റാ സെന്റർ എന്ന് പറയുന്നത് എം. മെറ്റാ സെന്റർ ഇറ്റ് ഈസ് ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ബോഡി സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബോഡീനെ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ന്യൂട്രൽ ആണോ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു മെറ്റാ സെന്ററിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. ഓക്കെ, ദ സ്റ്റെബിലിറ്റി ഈസ് ദി ടെൻഡൻസി ഫോർ ദ ബോഡി ടു റിട്ടേൺ ടു ദി ഒറിജിനൽ അപ്രൈറ്റ് പൊസിഷൻ. തൊട്ട് നമ്മൾ പറഞ്ഞത് സെയിം തന്നെയാണ്. ഓക്കെ, നമ്മളൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താലും തിരിച്ച് പഴയ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരാനുള്ള അതിന്റെ ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. Okay, when a submerged or a floating body is given a slight angular displacement, it may have either the following three conditions of equilibrium. ഇതിൽ ഏതെങ്കിലും ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. നമ്മളൊരു ബോഡിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡി ആണെങ്കിൽ തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ അത് ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അത് മൂവ് ചെയ്യും. ദെൻ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ പൊസിഷനിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പറയുമ്പോൾ ഇഫ് ദി മെറ്റാ സെന്റർ ഈസ് അബോവ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ ഒരു പോയിന്റിലാണ് സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. മൊത്തം ബോഡിയുടെ സെന്ററിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ സെന്ററിലാണ് സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു മൊമെന്റ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഒരു മൂവ്മെന്റ് വരും. സോ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ ചേഞ്ച് ആവും. ഫസ്റ്റ് കണ്ടീഷനിൽ ഇത്രത്തോളം പോർഷൻ ആണ് ഇമ്മേഴ്സ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെറിയൊരു മൊമെന്റ് കൊടുക്കുമ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ ചേഞ്ച് ആവും എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ബോയൻസി ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ബി ഡാഷിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അതായത് ഈ മൊത്തം ബോഡിയുടെ സെന്റർ ഓഫ് ആക്സിസും സെന്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന ഈ ഒരു ആക്സിസും കൂടെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാ സെന്റർ ഈസ് എബോവ് ജി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ എബോവ് ആണെങ്കിലാണ് നമ്മൾ അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇഫ് ദ പോയിന്റ് എം ഈസ് എബോവ് ജി, ദ ഫ്ലോട്ടിംഗ് ബോഡി വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. If a slight angular displacement is given to the floating body in clockwise directionൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു എം എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആക്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ഈ ഒരു സെന്റർ ഓഫ് ബോയൻസിയുടെ ഈ ഒരു പോയിന്റ് ബി ഡാഷിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റേണലി ഇവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ദെൻ ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇതിനൊരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ഇന്റേണലി അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്തിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിനെ റീസ്റ്റോർ ചെയ്യും, പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Okay, then the buoyant force Fb through B dash and weight W through G constitute a couple acting in the anti-clockwise direction. Okay, anti-clockwise directionൽ ഇവിടെ ഒരു couple form ചെയ്യുന്നുണ്ടായിരിക്കും. Okay, അപ്പൊ നമ്മൾ clockwise directionൽ ആക്ട് ചെയ്ത ആ ഒരു മൊമെന്റിനെ anti-clockwise directionൽ ഫോം ചെയ്യുന്ന ആ ഒരു couple പ്രിവെന്റ് ചെയ്തിട്ട്, അതായത് അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണലി ഉണ്ടാവുന്നത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ അൺസ്റ്റേബിൾ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഇന്റേണൽ മൊമെന്റ് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ അതിലുണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ബിലോ ആയിരിക്കും മെറ്റാ സെന്റർ ഉണ്ടായിരിക്കാം. നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞു മെറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എബോവ് ആയിരിക്കും. ഓക്കെ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനിൽ മെറ്റാ സെന്റർ വരുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ബിലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൈനും സെന്റർ ഓഫ് ബോയൻസിയുടെ ലൈനും കൂടെ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. മെറ്റാ സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആ ഒരു കപ്പിൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ദെൻ ഇവിടെ ഇന്റേണലി ഫോം ചെയ്യുന്നതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. സോ അവിടെ ഓവർ ടേണിംഗ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒരു ഷിപ്പാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷിപ്പ് ഓവർ ടേൺ ചെയ്യും, അതായത് അത് മറിയും, ഷിപ്പ് മറിയും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ കൊടുത്ത മൊമെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇന്റേണലി ആക്ട് ചെയ്യുന്ന ആ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ബോഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. മെറ്റാ സെന്ററും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലാണെങ്കിൽ പറയുന്ന പേരാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, a body is said to be in the state of neutral equilibrium if a small angular displacement of the body does not set up a couple of any kind. നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞു നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റേണലി വരുന്ന ആ കപ്പിളും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. സോ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ ഓവർ ടേണിംഗ് മൊമെന്റ് ഉണ്ടാവുന്നത്, അതായത് ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റും അതിന്റെ ഇന്റേണലി ഫോം ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റ് വരുന്നു. സോ അതിൽ ഓവർ ടേണിംഗ് മൊമെന്റ് ആയിരിക്കും രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇന്റേണലി കപ്പിൾ ഒന്നും ഫോം ചെയ്യില്ല. ഓക്കെ, ദ ബോഡി ഡസ് നോട്ട് സെറ്റ് അപ്പ് കപ്പിൾ ഓഫ് എനി കൈൻഡ് ആൻഡ് therefore the body adopts a new position. കപ്പിൾ ഒന്നും ഫോം ചെയ്യില്ല. ഓക്കെ, ദെൻ ഷിപ്പ് പുതിയ പൊസിഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് ഗിവൺ ടു ഇറ്റ് ബൈ ദി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കാരണം അത് പുതിയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. വേറെ അതിന്റെ ഉള്ളിൽ കപ്പിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. വിത്തൗട്ട് ഐദർ റിട്ടേണിംഗ് ടു ദി ഒറിജിനൽ പൊസിഷൻ ഓർ ഇൻക്രീസിംഗ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്.
ഓക്കെ, ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് പുതിയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല. സ്റ്റേബിൾ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അൺസ്റ്റേബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല, പുതിയ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ബട്ട് അവിടെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഓവർ ടേണിംഗ് മൊമെന്റ് ഉണ്ടായത് അൺസ്റ്റേബിൾ കണ്ടീഷനിൽ. സ്റ്റേബിൾ കണ്ടീഷനിലും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ റീസ്റ്റോർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി ന്യൂട്രലിന്റെ കേസിലാണെങ്കിൽ പുതിയ പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യും, ബട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഫർദർ ഇൻക്രീസ് ആവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഇക്വിലിബ്രിയത്തിന്റെ 3 കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് യൂട്യൂബ് മാനോമീറ്ററിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് മാനോമീറ്റർ ഇസ് യൂസ് ടു മെഷർ ദി പ്രഷർ ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് ലൈൻ വിച്ച് ഇസ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ദ റൈറ്റ് ലിംബ് ഓഫ് ദി മാനോമീറ്റർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മാനോമീറ്റർ വരയ്ക്കുമ്പോൾ മാനോമീറ്ററിൽ ഡിഫറൻഷ്യൽ ആണോ സിമ്പിൾ മാനോമീറ്റർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ദ റൈറ്റ് ലിംബ് ഓഫ് ദി മാനോമീറ്റർ കണ്ടെയ്ൻസ് മെർക്കുറി. ഓക്കെ, അപ്പൊ റൈറ്റ് ലിംബില് മെർക്കുറി ഉണ്ട് ആൻഡ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ സിമ്പിൾ മാനോമീറ്റർ ആണ്, ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, ദ കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് മെർക്കുറി ഈസ് ഇൻ ദി ലെഫ്റ്റ് ലിംബ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇതൊരു എ എന്ന് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദി പ്രഷർ ഓഫ് വാട്ടർ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിലെ വാട്ടറിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ലെഫ്റ്റ് സൈഡിലാണ് വാട്ടറും മെർക്കുറിയും കൂടെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടറും മെർക്കുറിയും വരുന്നുണ്ട്. ഡിറ്റർമിൻ ദി പ്രഷർ ഓഫ് വാട്ടർ ഇൻ ദ മെയിൻ ലൈൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ PA ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡിഫറൻസ് ഇൻ ദി ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ലിംസ് ഓഫ് ദി യൂട്യൂബ് ഇസ് 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 0.1 മീറ്റർ. ഓക്കെ, ആൻഡ് ദ ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി ഈസ് ഇൻ ലെവൽ വിത്ത് ദി സെന്റർ ഓഫ് ദി പൈപ്പ്. ഫ്രീ സർഫസ് ഓഫ് ദി മെർക്കുറി എന്ന് പറയുന്നത് ഇതാണ്, ലെവൽ വിത്ത് ദി സെന്റർ ഓഫ് ദി പൈപ്പ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെയിം ലെവലിൽ വരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്ററിൽ ഇതിപ്പോ പോയിന്റ് എയിലത്തെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. രണ്ടിന്റെയും സെന്റർ. ഓക്കെ, ഈ ഒരു പൈപ്പിന്റെ സെന്ററിൽ തന്നെയാണ് മെർക്കുറിയുടെ ആ ഒരു ലെവലും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ മെർക്കുറി ആണ് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് 10 സെന്റിമീറ്റർ. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ് മെർക്കുറി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കിയൊക്കെ റിമൈനിങ് ഈ ഒരു പോർഷനിൽ ഇത് മെയിൻ ലൈൻ കണ്ടെയ്നിങ് വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ വാട്ടർ ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇവിടുത്തെ പ്രഷർ ആണ്, PA ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഓക്കെ, ഇഫ് ദ പ്രഷർ ഓഫ് ദി വാട്ടർ ഇൻ പൈപ്പ് ലൈൻ ഈസ് റെഡ്യൂസ്ഡ് ടു 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, കാൽക്കുലേറ്റ് ദ ന്യൂ ഡിഫറൻസ് ഇൻ ദി ലെവൽ ഓഫ് മെർക്കുറി. ഓക്കെ, ഡിഫറൻസ് നമ്മൾ ഇവിടുത്തെ PA നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ PA ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയാണ് അപ്പൊ 9810 എബോവ് ആയിരിക്കാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന PA എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പ്രഷർ ഓഫ് വാട്ടർ ഇൻ പൈപ്പ് ലൈൻ ഈസ് റെഡ്യൂസ് ടു 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ ഒരു PA എന്ന് പറയുന്ന വാല്യൂ 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെർക്കുറിയുടെ മാനോമീറ്ററിൽ വരുന്ന ആ ലെവൽ ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ന്യൂ ഡിഫറൻസ് ഇൻ ദി ലെവൽ ഓഫ് മെർക്കുറി. ഈ ഒരു മെർക്കുറിയുടെ ഈ 2 ലെവൽ തമ്മിലുള്ള പുതിയ ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ PA ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ PA ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, PA പ്ലസ് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ഹൈറ്റിൽ ആക്ട് ചെയ്യുന്ന ρgh1, പ്രഷർ എന്ന് പറയുന്നത് ρgh1 വിച്ച് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡാറ്റം കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡാറ്റം കൺസിഡർ ചെയ്യുന്നത് ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, PA
ഓക്കെ, ഇത് രണ്ടും മെർക്കുറിയും ഇതും മീറ്റ് ചെയ്യുന്നത് സെയിം പോയിന്റിലാന്ന് പറഞ്ഞു. മെർക്കുറിയുടെ രണ്ട് ലെവൽസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് 10 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഡാറ്റം ലൈന് XX. ഓക്കെ, അപ്പൊ ഡാറ്റം ലൈൻ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെർക്കുറിയുടെ രണ്ട് ലെവൽസ് നോക്കുക. അല്ലെങ്കിൽ മെർക്കുറി അല്ലെങ്കിൽ ഓക്കെ, സപ്പോസ് ഓയിൽ ആണ് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിലിന്റെ ലെവൽ നോക്കാം. ഓക്കെ, മാക്സിമം ബിലോ വരുന്ന ആ ഒരു പോയിന്റ്, അതായത് എവിടെയാണ് മാക്സിമം ബിലോ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിൽ രണ്ടിലും എടുക്കുമ്പോൾ ഇവിടെയാണ് ബിലോ വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഡാറ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡാറ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഡാറ്റം കൺസിഡർ ചെയ്തിട്ട് ഈ രണ്ട് പോയിന്റ്സ് നോക്കാം. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഡാറ്റം സെയിം ലെവലിൽ വരുന്ന പ്രഷേഴ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ വരുന്ന പ്രഷർ തന്നെയായിരിക്കും ഈ ഒരു പോയിന്റിലും വരുന്നത്. സെയിം ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് പോയിന്റ്സിലും സെയിം പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ H ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രഷർ മാറുക. ഓക്കെ, അപ്പൊ സെയിം ലൈനിലാവുമ്പോൾ H 0 ആണ്. ഓക്കെ, അപ്പൊ അത് കാരണം ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ് ലിംബ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ലിംബില് പ്രഷർ വരുമ്പോൾ ലെഫ്റ്റ് ലിംബ് പ്രഷർ ഈസ് ഈക്വൽ ടു PA പ്ലസ് റോ ജി H1. ഓക്കെ, അപ്പൊ ഇവിടുത്തെ PA നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, PA പ്ലസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇവിടെ നിന്ന് ഇവിടം വരെ വാട്ടർ ആണ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 into 9.81. ഓക്കെ, H1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ 0.1. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ലിംബിൽ വരുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ലിംബിൽ വരുന്നത് ഈ ഒരു 10 സെന്റിമീറ്ററിന്റെ മെർക്കുറി കോളം മാത്രമാണ് റൈറ്റ് ലിംബിൽ വരുന്നത്. സോ റോ ജി എന്ന് പറയുമ്പോൾ 13.6 into 1000 into G 9.81. ഓക്കെ, ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 into 1000 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറിയുടെ 13.6 ആണ് വരാം. ഓക്കെ, അപ്പൊ 13.6 into ഡെൻസിറ്റി ഓഫ് മെർക്കുറി കിട്ടാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ 13.6 into 1000 അങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പൊ 13.6 into 1000 into 9.8 G into ഹൈറ്റ് വരുന്നത് 10 സെന്റിമീറ്റർ ആണ്. സോ 0.1. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും പ്രഷർ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റ്സിലും വരുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും. സോ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ PA പ്ലസ് 1000 into 9.81 into 0.1 is equal to 13.6 into 1000 into 9.81 into 0.1. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് PAയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ PA is equal to 60.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും PAയുടെ വാല്യൂ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ PA ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്തായിരുന്നു? pressure of water pipeline is reduced to 9810 Newton per meter square. ഓക്കെ, അപ്പൊ നമുക്ക് അതിനേക്കാളും ഹയർ വാല്യൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ 9810 റെഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു മെർക്കുറി ലെവലിലെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പുതിയ പ്രഷർ PA എന്ന് പറയുന്നത് P'-യിലേക്ക് മാറി. സോ 12,360.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് റെഡ്യൂസ് ആയി. ഓക്കെ, അപ്പൊ ദെൻ ആ മെർക്കുറി മാനോമീറ്റർ മാറുന്നത് ഓക്കെ, ഇവിടുത്തെ പ്രഷർ ഈ പോയിന്റ് എയിലത്തെ പ്രഷർ റെഡ്യൂസ് ആയി. പോയിന്റ് എയില് വാട്ടർ പൈപ്പ് ലൈൻ ആണിത്. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രഷർ റെഡ്യൂസ് ആയി. സോ പ്രഷർ റെഡ്യൂസ് ആവുമ്പോൾ മാനോമീറ്ററിലെ മെർക്കുറി എന്ന് പറയുന്നത് ഇവിടേക്ക് റൈസ് ആവും. നമുക്കറിയാം പ്രഷർ കുറവുള്ളിടത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് മെർക്കുറി നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഡാറ്റം ലൈൻ ഇപ്പൊ ഇതാന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസ് 10 സെന്റിമീറ്റർ ആണ് എടുക്കുകയാണെങ്കിൽ 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മെർക്കുറിയുടെ ലെവലും മുകളിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ പുതിയത് ലെവല് ഈ X ഇങ്ങോട്ടേക്ക് കയറി.
ഓക്കെ, എക്സ് ലെവല് അങ്ങോട്ടേക്ക് കയറുമ്പോൾ അതിനനുസരിച്ച് ആ എക്സ് ലെവല് താഴേക്ക് റൈറ്റ് സൈഡിൽ താഴേക്ക് ഇറങ്ങും. ഓക്കെ, നമുക്ക് പുതിയതായിട്ട് നമ്മൾ വേറെ ഫ്ലൂയിഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്ലൂയിഡിന് തന്നെ മൂവ്മെന്റ് സംഭവിക്കുകയാണ്. ഇവിടുത്തെ പ്രഷർ റിഡ്യൂസ് ആവുമ്പോൾ മെർക്കുറി മുകളിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഈ എക്സ് മുകളിലേക്ക് കയറുമ്പോൾ ഈ എക്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഫോൾ ആവും. ഇത് എക്സ് ഡിസ്റ്റൻസ് മുകളിലേക്ക് റൈസ് ചെയ്തു, സോ അപ്പുറത്തെ എക്സ് ഡിസ്റ്റൻസ് ഫോളോ ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ടോട്ടൽ നമ്മുടെ ആകെ ഇത്ര ഫ്ലൂയിഡാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ അതിനനുസരിച്ച് താഴേക്ക് അത് ഫോളോ ആവുമല്ലോ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഇതാണ് ഇപ്പൊ നമ്മുടെ മെർക്കുറിയുടെ ലെവല്. റൈറ്റ് സൈഡിലെ മെർക്കുറിയുടെ ലെവൽ ഇതാണ്, ലെഫ്റ്റ് സൈഡിലെ മെർക്കുറിയുടെ ലെവല് ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും വരാം, ഇത് എക്സ്, ഇത് എക്സ്. ഓക്കെ, ഇപ്പൊ 2x മൊത്തം 10 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ ഡാറ്റ കൺസിഡർ ചെയ്യാം, ലോവസ്റ്റ് ലെവല്. ഓക്കെ, ലോവസ്റ്റ് ലെവല് മെർക്കുറി എവിടെയാന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ മെർക്കുറിയുടെ ലെവൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി. ഓക്കെ, അപ്പൊ നമ്മുടെ ഡാറ്റം ലൈനും ഈ ലൈനിൽ നിന്ന് പുതിയ ലൈനിലേക്ക് കയറും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡാറ്റം ലൈൻ വരാം. ഓക്കെ, പഴയ ലൈന് BD ആയിരുന്നെങ്കിൽ പുതിയത് B', D' ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ B', D' വരുന്ന ആ ഒരു ഇവിടുത്തെ ആ ഒരു മെർക്കുറിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ടോട്ടൽ 10 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 - 2x ആയിരിക്കും. ടോട്ടൽ 10 ആണ്, താഴെ എക്സ് ഡിസ്റ്റൻസ് ആണ്. അതായത് റൈസ് ചെയ്ത ആ ഒരു എക്സ് ഡിസ്റ്റൻസ് തന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു എക്സ് ഡിസ്റ്റൻസ് ഫോളോ ചെയ്തത് എക്സ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 10 നിന്ന് എക്സ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ 10 - 2x ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റൈറ്റ് സൈഡിലുള്ള മെർക്കുറിയുടെ ആ ഒരു ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അഗെയിൻ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും കൺസിഡർ ചെയ്തിട്ട് PA പ്ലസ് ρ1G1 H1 എന്ന് പറയുമ്പോൾ ρ1G H1 എന്ന് പറയുമ്പോൾ ρ1 എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോ 1000 × G 9.81. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് എന്തായിരിക്കും, 10 - x ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു എക്സ് മാത്രമാണ് മുകളിലേക്ക് കയറിയത്. ഓക്കെ, ടോട്ടൽ ഉണ്ടായിരുന്ന ഈ ഒരു 10 നിന്ന് എക്സ് ഡിസ്റ്റൻസ് മുകളിലേക്ക് കയറി. സോ വാട്ടറിന്റെ ഡെപ്ത് ഇത്രയുണ്ട്. നമ്മുടെ പഴയ ഡാറ്റം ലൈൻ ഇതാണ്. ഓക്കെ, പഴയ ഡാറ്റം ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. പുതിയ ഡാറ്റം ലൈൻ ആണ് ഈ ഒരു ലൈൻ. ഓക്കെ, അപ്പൊ ആ ലൈനിൽ നിന്ന് വാട്ടറിന്റെ സെന്ററിലേക്കുള്ള ആ ഒരു ഹൈറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ PA പ്ലസ് ρGH1 നമ്മൾ നോക്കേണ്ടത് ഈ വാട്ടറിന്റെ ഇവിടേക്കുള്ള സെന്ററിലേക്കുള്ള ഹൈറ്റ് ആണ്. സോ 10 - x ആണ് സെന്ററിലേക്ക് വരുന്ന ഹൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ മെർക്കുറി ആണ്. സോ 13.6 × 1000 × 9.81 × 10 - 2x. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്യുമ്പോൾ PA നമുക്കറിയാം 9810 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 9810 പ്ലസ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ into 10 - x is equal to into 9.81 into 10 - 2x. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് 9810 into 10. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 9810 പ്ലസ് 10 into 10 minus 9810 into x is equal to, ഓക്കെ, ഇപ്പൊ ഈ വാല്യൂ ഇൻറ്റു 10 ചെയ്യണം. ഓക്കെ, അപ്പൊ 13,600 into 98.1 minus 2x ചെയ്യണം. ഓക്കെ, അപ്പോൾ 13,600 into 9.81 into 2x. ഓക്കെ, ഫൈനലി അപ്പോൾ എക്സ് ഉള്ള ടേം മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എക്സിന്റെ വാല്യൂ കിട്ടാം 0.9923 മീറ്റർ ആണ് എക്സിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ അല്ല, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ മെർക്കുറി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 10 - 2x ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 10 - 2x എന്ന് പറയുമ്പോൾ
എക്സ് 0.9923 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 10 - 2 × 0.9923 ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവലാണ്. ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവലാണ് 10 - 2x. ഓക്കെ, ടോട്ടൽ 10 ആയിരുന്നു നമ്മുടെ പ്രീവിയസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത മെർക്കുറി ലെവൽസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം 10 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ മെർക്കുറിയുടെ ലെവല് റൈസ് ആവും. ദെൻ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഫോൾ ആവും. ദെൻ അതിന്റെ ആ ഒരു മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് വരുന്നത് ഇത്രയും ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത്. 10 - 2x ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ 10 - 2x നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 - 2x വാല്യൂ വരുന്നത് 8.016 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ലാസ്റ്റ് ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്തത് ആദ്യം തന്നെ ഇവിടുത്തെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമ്മൾ ലെഫ്റ്റ് ലിംബ് ആദ്യം തന്നെ ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്യാം. ദെൻ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, റൈറ്റ് ലിംബിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് പ്രഷർ അറ്റ് വാട്ടർ പൈപ്പ് ലൈനിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ആ പ്രഷർ റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. 9810 റെഡ്യൂസ് ചെയ്തു. ദെൻ വരുന്ന മെർക്കുറിയുടെ ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അത് പ്രഷർ റെഡ്യൂസ് ആവുമ്പോൾ മെർക്കുറിയുടെ ലെവല് റൈസ് ചെയ്യുന്നു, ലെഫ്റ്റിൽ റൈസ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ ഫോൾ ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അത് അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മൾ ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്യുക. ദെൻ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും എടുത്ത് ദെൻ അതിലെ ടോട്ടൽ പ്രഷേഴ്സ് രണ്ട് സൈഡിലും പ്രഷേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 10 - 2x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.